കയ്യൂക്ക് കൊണ്ട് കാര്യക്കാരനാകുക എന്നൊക്കെ പറയുന്നത് മുൻപൊക്കെ അധികാരം സ്ഥാപിക്കലിന്റെ പര്യായമായിരുന്നെങ്കിൽ അക്ബർ മരക്കാരുടെ കാര്യത്തിൽ അത് സ്പോർട്സാണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. 1.5 പതിറ്റാണ്ടിലധികമായി പഞ്ചഗുസ്തിയിൽ സജീവമായ അക്ബർ മരക്കാർ ഒടുവിൽ തന്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. കടുത്ത സാമ്പത്തിക പരാധീനതകൾക്കിടയിലും വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസിൽ പങ്കെടുത്ത് രാജ്യത്തിനു വേണ്ടി 2 വെങ്കല മെഡൽ സ്വന്തമാക്കി അക്ബർ മരക്കാർ തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനൊപ്പം രാജ്യത്തിനാകെ അഭിമാനമായിരിക്കുകയാണ്. പ്രായത്തെ വെറും ാക്കിയാണ് അക്ബറിന്റെ വെങ്കല തിളക്കമുള്ള പ്രകടനം. ഗോവയിൽ നടന്ന വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസിൽ 40-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ളവരുടെ വിഭാഗത്തിലാണ് 49-കാരനായ അക്ബർ മത്സരിച്ചത്. 80 മുതൽ 90 കിലോ ഭാര വിഭാഗത്തിൽ ഇടം കൈയിലും വലം കൈയിലും ഒരുപോലെ പഞ്ച് പിടിച്ചാണ് അക്ബറുടെ നേട്ടം. 15ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. 2026 വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ഈ വർഷം പങ്കെടുക്കാൻ സാധിക്കുകയും 2 മെഡൽ കരസ്ഥമാക്കാൻ ദേശീയ പതാക ഉയർത്താനും സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് വലിയ കുന്നിൽ പവർ ജിംനേഷ്യത്തിലാണ്. മോർണിംഗിലും ചില സമയങ്ങളിൽ ഈവനിങ്ങിലും വർക്കൗട്ട് ചെയ്യാറുണ്ട്. 10 വർഷത്തോളമായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ചാൻസ് ലഭിക്കാറുണ്ട്. സാമ്പത്തിക പ്രയാസം കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കാറില്ല. ഈ വർഷം വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇന്ത്യയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ സാധിക്കുകയും ഇന്ത്യക്ക് വേണ്ടി 2 മെഡൽ കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തിട്ട് ആ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 7 തവണ ദേശീയ ചാമ്പ്യനായ അക്ബർ അപ്പോഴെല്ലാം ലോക ഗെയിംസിലും പങ്കെടുക്കാൻ യോഗ്യത നേടിയിരുന്നു. പക്ഷേ അന്യരാജ്യങ്ങളിൽ പോയി മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സാമ്പത്തികമില്ലാത്തതിനാൽ പോകാൻ സാധിച്ചിരുന്നില്ല. കേരള സർക്കാർ സ്പോൺസർ ചെയ്യാനും തയ്യാറായില്ല. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനെ പലകുറി നേരിൽ കണ്ടെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് മടക്കുകയാണുണ്ടായത്. ഇക്കുറി ഗോവയിലായതുകൊണ്ടാണ് സ്വന്തം ചിലവിൽ പോയി മത്സരിച്ചതും മെഡൽ നേടിയതും. ഇരുമ്പിളിയം വലിയകുന്ന് സ്വദേശിയായ അക്ബർ മരക്കാർ മുൻ DCC സെക്രട്ടറി PC മരക്കാർ അലിയുടെ മകനാണ്. ഫർസാനയാണ് ഭാര്യ. ഏകമകൻ യാസീൻ വളാഞ്ചേരി MES സെൻട്രൽ സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ്. പഞ്ചഗുസ്തിയിൽ തൽപരനായ മകനെയും സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നതോടെ സജീവമാക്കാനാണ് അക്ബറിന്റെ തീരുമാനം. ഗോവയിലാണ് നടന്നിട്ടുള്ളത്. മാസ്റ്റേഴ്സ് പവർ ഗെയിംസ് ആയിരുന്നു. മാസ്റ്റേഴ്സിൽ 30 ഏജ് മുതൽ 70 ഏജിന്റെ മുകളിൽ വരെ മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓരോ ഏജിന്റെയും 10 ഇയേഴ്സ് ഡിഫറൻസ് വന്നിട്ടാണ് മാസ്റ്റേഴ്സ് ഗെയിംസ് സംഘടിപ്പിച്ചിരുന്നത്. അതായത് 30 മുതൽ 40 വരേക്കും, 40 മുതൽ 50-ലേക്കും, 50 മുതൽ 60-ലേക്കും, 60 മുതൽ 70-ലേക്കുമാണ് നടത്തിയിരുന്നത്. എൻ്റെ വെയിറ്റ് കാറ്റഗറി 80 to 90-ലാണ് ഉണ്ടായിരുന്നത്. വെയിറ്റ് കാറ്റഗറിയിൽ കേരളത്തിൽ ഒരു 6 പേരെങ്കിലും കേരളത്തിൽ നിന്ന് പങ്കെടുത്തിരുന്നു. ചില ആളുകൾക്ക് മെഡൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. വളാഞ്ചേരിക്കാർക്ക് ഇനി കയ്യിൽ പണമില്ലെങ്കിൽ ഷോപ്പിംഗ് ആഘോഷമാക്കാം. ബേയ്മെന്റ് അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറിൽ ഓഫറുകളുടെ പെരുമഴ. മാത്രമല്ല ഏപ്രിൽ മാസത്തിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വീക്കിലി ലക്കി ഡ്രോ. ഒരാഴ്ചയും നിങ്ങളെ കാത്തിരിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫർണിച്ചറുകൾ. എന്ത് വാങ്ങിയാലും പലിശയുടെ പേടി വേണ്ട. എല്ലാ ഉൽപ്പന്നങ്ങളും 0% പലിശയിൽ EMI സൗകര്യം. പലിശയില്ലാതെ പർച്ചേസ് ചെയ്യാം, സമ്മാനങ്ങളും നേടാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Bayman, making it easy. Valanjeri, phone 9526 001 003.